അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാനുള്ള ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ പറയാം. മോസ്ഫെറ്റ് വേണം, ഒരു Zn44, കപ്പാസിറ്റർ. ഞാനിത് ഉപയോഗിക്കുന്നത് 63 വോൾട്ട് 100 UF. നിങ്ങൾക്കൊരു 25 വോൾട്ട് 100 UF ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 12 വോൾട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, സപ്ലൈ. അപ്പോൾ അതിൽ 12 വോൾട്ട് കുറയാത്തൊരു കപ്പാസിറ്ററാണ് ഉപയോഗിക്കുക. വെച്ചാൽ ഒരു 6 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറ്റുന്നത് വെച്ചാൽ 6 വോൾട്ട് 100 UF കപ്പാസിറ്റർ ഇട്ടാൽ കപ്പാസിറ്റർ പൊട്ടിത്തെറിക്കും. പിന്നെ വേണ്ടൊരു 10K റെസിസ്റ്റർ. 10K തന്നെയാണെന്ന് ചെക്ക് ചെയ്തേക്കാം. റെസിസ്റ്റർ തന്നെയാണ്. പിന്നെ ഇത് ഓപ്ഷണലാണിത്. ഒരു ചെറിയൊരു ഹീറ്റ് സിങ്ക് അല്ല, ഇത് LED ഹീറ്റ് സിങ്കാണ്. 8 വോൾട്ടും. ഇത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ എന്താണെന്ന് വെച്ചാൽ മോസ്ഫെറ്റ് നല്ല ശരിക്കും ഹീറ്റാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അത്ര മതി. ഇത് ഉണ്ടാക്കണ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഫസ്റ്റത്തെ ലെഗിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ഫസ്റ്റത്തെ ലെഗിലേക്ക് സോൾഡർ ചെയ്യാം. റെസിസ്റ്റർ മോസ്ഫെറ്റിൻ്റെ നടുക്കത്തെ ലെഗിലും നമ്മൾ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് സോൾഡർ ചെയ്ത ലെഗിലുമായിട്ട് സോൾഡർ ചെയ്യാം. നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വയറിങ് കൂടി ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഓഡിയോ കൊടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഓഡിയോയുടെ ഇൻപുട്ട് എവിടെയൊക്കെയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഹീറ്റ് സിങ്ക് ഇട്ടേക്കാം. അതിലേക്ക് ഹീറ്റ് സിങ്ക് ഇട്ടണമെങ്കിൽ ഇടാം, നിങ്ങളുടെ ഇഷ്ടം. ഒരു ഹീറ്റ് സിങ്ക് ഇട്ടേക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ ഇതല്ല, മോസ്ഫെറ്റ് ശരിക്കും ഹീറ്റാകുമ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഹീറ്റ് സിങ്ക് ഇട്ട് കൊടുത്താൽ പോവില്ല, അതിൽ ഹീറ്റ് അതിലേക്ക് അബ്സോർവ് ആയിക്കോളും. ഓക്കെ, പിന്നെ മെയിൻ കാര്യം ഹീറ്റ് സിങ്കൊക്കെ ഇടുമ്പോൾ ഇത് മുട്ടാണ്ട് സൂക്ഷിക്കുക. ഈ ലെഗുകളും ഹീറ്റ് സിങ്കുമായിട്ട് മുട്ടരുത്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ കൊടുത്തേക്കുന്നത് ഇത് നേരെ ഗ്രൗണ്ടിലേക്കാണ്. ഈ സോൾഡർ ചെയ്യണത് ഇതിൽ ചെയ്താലും സംഭവം വർക്കിംഗ് ആണ്, കാരണം ഇത് ഗ്രൗണ്ടാണ് ഇതിൻ്റെ. ഓക്കെ, നിങ്ങൾക്ക് ഓഡിയോക്ക് ഏതൊക്കെ കൊടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു ഓക്സ് ടു RCA കേബിളാണ്. ഓക്സിൻ്റെ പിന്നെ കട്ട് ചെയ്താണ്. ലെഫ്റ്റ് റൈറ്റ്, ഗ്രൗണ്ട് ലെഫ്റ്റ്. അതല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഹെഡ്ഫോണിൻ്റെ കട്ട് ചെയ്തത് 3 വയറുണ്ടാവും. നമുക്ക് ആവശ്യം 2 മതി. എന്താ വെച്ചാൽ ഇത് മോണോ ആംപ്ലിഫയർ ആണ്, സ്റ്റീരിയോ അല്ല. ഇത് 2 എടുത്താലും മതി. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഇതൊരു കോട്ടിങ് ഉണ്ടാവും. കോട്ടിങ് വന്നിട്ടാണ് എടുക്കാൻ. അത് ചെറിയായിട്ട് തീയിൽ കാണിച്ചാൽ കോട്ടിങ് പോയിക്കോളും. അതൊരു 2 മതി നമുക്ക്. 2 വർക്കിംഗ് ആണ്. ഓക്കെ, ഇത് ചെക്ക് ചെയ്ത് നോക്കണം. എന്ന് വെച്ചാൽ ഗ്രൗണ്ട് മാറിപ്പോകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെയൊക്കെ. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഷോപ്പിൽ കിട്ടും. ഇതൊന്ന് 5 രൂപ ഉള്ളൂ ഇതിന്. ഇതാണ് മേടിക്കണമെങ്കിൽ ഇതാണെങ്കിലും മതിയാവും. ഇതിൻ്റെ ക്യാപ്പൊക്കെ ഉണ്ടാവും. പോയി ഇതിൽ നമുക്ക് TV-യിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇങ്ങനെ കൊടുക്കാം. ഇതൊക്കെ നമ്മൾ സെറ്റപ്പ് ബോക്സിലൊക്കെ കുത്തിയിട്ട് നോക്കാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോണത് ഇത് തന്നെയാണ്. ഇതാണ്.
കുറച്ച് വയർ എടുത്തേക്കാം. ഓക്കെ, 2 വയറെടുത്ത് കുറച്ച് വയർ ആവശ്യമുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ വയറൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ടേപ്പ് ഒട്ടിച്ച് റെഡി ആയിക്കോളും ഉണ്ടല്ലോ. ഓക്കെ, ഒന്ന് ജസ്റ്റ് നമ്മൾ ടേപ്പ് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അത്രയുള്ളൂ. അപ്പോൾ സർക്യൂട്ടിലേക്ക് പോകും. അപ്പോൾ ഇത് ഓഡിയോ കണ്ടിട്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഓഡിയോയുടെ ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക. ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന കപ്പാസിറ്ററിൻ്റെ ഒരു പിന്ന് നെഗറ്റീവ് പിന്നിലേക്ക് നമ്മളുടെ ഓഡിയോയുടെ ഒരു പിന്നും കണക്ട് ചെയ്തു. പിന്നെ മോസ്ഫെറ്റിൻ്റെ അവസാനത്തെ പിന്നിലേക്ക് ഒരെണ്ണം കണക്ട് ചെയ്തു. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ സ്പീക്കറിൻ്റെ ഔട്ടും പവറും കൊടുക്കേണ്ട ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് സ്പീക്കറിൻ്റെ ഔട്ട് എടുക്കാം. സ്പീക്കറിൻ്റെ സ്പീക്കറിലേക്ക് പോകണ ഒരു വയർ ഗ്രൗണ്ടിൽ കൊടുക്കുക, മറ്റേത് അങ്ങനെ ഇട്ടേക്കുക. ഇനി ഇന്നാണ് പവർ കൊടുക്കുന്നത്. പവറിൻ്റെ നെഗറ്റീവ് ഇവിടെ, നെഗറ്റീവ് കൊടുക്കേണ്ടത് ഇവിടെ ആയിട്ടാണ്. നെഗറ്റീവ് കൊടുക്കേണ്ടതെന്ന് ഇവിടെ ഞാൻ കാണിച്ചത്. നമ്മൾ നേരത്തെ ഓഡിയോയുടെ ഇൻപുട്ട് കൊടുത്തതിൻ്റെ അതിൽ ആ പിന്നിൽ തന്നെ നെഗറ്റീവും കൊടുക്കുക. ഓക്കെ, ഇത് ചെയ്യേണ്ടത് നേരത്തെ 2 പേര് സോൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് യോജിപ്പിക്കുക. സ്പീക്കറിൻ്റെയും പവറിൻ്റെയും ഇങ്ങനെ. നമുക്കൊരു സ്പീക്കർ വേണം. നമ്മൾ സ്പീക്കർ എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു സ്പീക്കർ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പീക്കറിന് എടുത്തിട്ടുണ്ട്. ഒരു 4 ഓമിൻ്റെ സ്പീക്കറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീക്കർ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് സ്പീക്കർ ഔട്ട്പുട്ട് സ്പീക്കറിലേക്ക് കൊടുത്തേക്കാം. അപ്പോൾ സ്പീക്കറിലേക്ക് എൻ്റെ വയർ കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് പവർ കൊടുക്കണം. നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 12 വോൾട്ട് DC ആണ്. ഇപ്പോൾ നമുക്കിത് 12 വോൾട്ട് ഉണ്ടാകുന്ന നമുക്ക് ചെക്ക് ചെയ്തേക്കാം. പതിനൊന്ന് വോൾട്ടുണ്ട്, 12 വോൾട്ടുണ്ട് ഇത്. നമുക്ക് എന്താണെന്ന് മാറ്റിയേക്കാം. നമുക്കിപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പവർ കൊടുത്ത് പവർ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കാം.